കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം നടത്തുന്ന നിയമയുദ്ധം ഫലം കാണുന്നുണ്ട്. മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് 5 മാസം കഴിഞ്ഞു. ഇതുവരെയും കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പ്രത്യേക സഹായം നൽകിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷ മുഴുവൻ കോടതിയിലാണ്. കോടതിയിൽ കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യവും കൂടി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിലുള്ള 121 കോടി രൂപ അത് ചെലവഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. മാനദണ്ഡം നോക്കാതെ ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിൽ 121 കോടി രൂപ അവശേഷിക്കുന്നുണ്ട്. അത് ചെലവഴിക്കാൻ അനുവദിക്കണം. അതിന് കേന്ദ്ര മാനദണ്ഡമുണ്ട് എങ്ങനെ ചെലവഴിക്കണം എന്നതിന്. ആ മാനദണ്ഡം ഒന്ന് ഒഴിവാക്കി തരണം. ഇതായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കോടതിയിൽ. എന്നാൽ കേന്ദ്ര സർക്കാർ അതിന് ആദ്യം തയ്യാറായില്ല. അവസാനം കോടതിക്ക് ചോദിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് മാനദണ്ഡത്തിൽ ഇളവ് നൽകിക്കൂടാ, എന്തുകൊണ്ട് ഇക്കാര്യം പരിഗണിച്ചുകൂടാ എന്ന ചോദ്യം കോടതിക്ക് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിക്കേണ്ടി വന്നു. അപ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ മാസം 2-ാം തീയതി കത്തയച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിലുള്ള പണം മാനദണ്ഡം നോക്കാതെ ചെലവഴിക്കാം എന്ന്. അപ്പോഴും ഒരു നയാ പൈസ നൽകുന്നില്ല. അതിനിടയിലാണ് മറ്റൊരു കത്ത് കൂടി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചത്. 2016 മുതൽ കേരളത്തിലുണ്ടായ ദുരന്തങ്ങൾ, ആ ദുരന്ത സമയത്ത് കേരളത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താനെത്തിയ ഹെലികോപ്റ്ററിന്റെ വാടക നൽകണമെന്ന കത്തും നൽകിയത്. വാടക നൽകിയില്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് ഇനി പണം അനുവദിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അക്കാര്യവും സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കോടതി ചോദിച്ചു, എന്താണിത്? ഈ സമയത്താണോ ഇത്തരമൊരു കത്തയക്കേണ്ടത്? ദുരന്തം അനുഭവിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ, അവരെ സംരക്ഷിക്കേണ്ടേ? അവർക്ക് പുനരധിവാസം ഏർപ്പെടുത്തേണ്ടേ? ആ സമയത്താണോ ഇത്തരമൊരു കത്തയക്കേണ്ടത് എന്ന ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന കോടതി നടത്തിയപ്പോൾ കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ചോദിച്ചു. ഇപ്പോൾ അതിനും മറുപടി വന്നിട്ടുണ്ട്. ആ പണം തൽക്കാലം ഒഴിവാക്കി കൊടുക്കാം എന്ന്. അങ്ങനെ ഒരു 120 കോടി രൂപ കൂടി സംസ്ഥാനത്തിന് ചെലവഴിക്കാം എന്ന് വെച്ചാൽ കേന്ദ്രത്തിന് നൽകേണ്ട തുകയാണ്. ആ തുക തൽക്കാലം നൽകേണ്ടതില്ല, അത് ഒഴിവാക്കാം, അതുകൂടി വയനാട് പുനരധിവാസത്തിന് ഉപയോഗിച്ചുകൊള്ളൂ എന്ന്. അപ്പോൾ 121ഉം 120ഉം അങ്ങനെ 241 കോടി രൂപ ചെലവഴിക്കാം. 121 കോടി രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിലുള്ള പണം, 120 കോടി രൂപ കേന്ദ്ര സർക്കാരിന് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എത്തിയ ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ നൽകേണ്ട തുക, അങ്ങനെ 241 കോടി രൂപ ചെലവഴിക്കാം. മാനദണ്ഡങ്ങൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. വലിയ ആശ്വാസമാണ്, സംശയമേ ഇല്ല. അപ്പോൾ ഉയർന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പ്രത്യേക ധനസഹായം നൽകുന്നില്ല? എന്തുകൊണ്ട് കേരളം നൽകിയ നിവേദനം പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് കേരളം നൽകിയ പുനരധിവാസ പാക്കേജ് അനുവദിക്കുന്നില്ല? 1200 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഒരു നയാ പൈസ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? കേരളം നൽകിയ നിവേദനമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ, മിനിസ്റ്റീരിയൽ ടീം വന്ന് പരിശോധന നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് വന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ അവിടെ സന്ദർശിച്ചിരുന്നു. അവരെല്ലാം ദുരന്തം നേരിട്ട് കണ്ടതാണ്, ആ പ്രദേശം നേരിട്ട് കണ്ടതാണ്, ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞതാണ്. അതിനുവേണ്ടി കേന്ദ്രത്തിൽ നൽകിയ നിവേദനം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ സംഘം വന്ന് പരിശോധിച്ചിരുന്നു. ആ സംഘം നൽകിയ റിപ്പോർട്ടുണ്ട്. അത് എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നു? അപ്പോഴാണ് കേന്ദ്ര മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെന്റിൽ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനം നടത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വന്നു കേരളത്തിന്. എന്തിന് കേരളത്തോട് ഇത്ര അവഗണന കാണിക്കുന്നു? കേരളം എന്താ ഇന്ത്യയിലല്ലേ? ഈ ചോദ്യം കേരളത്തിൽ മുഴങ്ങി, ഈ ചോദ്യം പാർലമെന്റിൽ മുഴങ്ങി. അപ്പോഴാണ് വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത്. അല്പം ആശ്വാസം. നിരന്തരം സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നു, പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരുന്നു, നിയമയുദ്ധം നടത്തേണ്ടി വരുന്നു കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കാൻ. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ. എന്തുകൊണ്ട് കേന്ദ്രം ഇത്ര അവഗണന കേരളത്തോട് കാണിക്കുന്നു? ശത്രുതാപരമായ സമീപനം കേരളത്തോട് കാണിക്കുന്നു. കേരളത്തിലെ BJP നേതൃത്വം ഒരക്ഷരം മിണ്ടുന്നില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ കാണുന്നില്ല. ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തുന്നില്ല. അദ്ദേഹം സിനിമ അഭിനയവുമായി പോയിരിക്കുകയാണ് എന്നാണ് വാർത്ത. വയനാട് നിന്നുള്ള MP ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നില്ല. എല്ലാ MP മാരോടൊപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണാൻ പോയിരുന്നു, നിവേദനം കൊടുക്കാൻ പോയിരുന്നു. അവിടെ തീർന്നോ ഒരു MP-യുടെ ഉത്തരവാദിത്വം? നിരന്തരം ഇടപെടേണ്ടേ, നിരന്തരം സമ്മർദ്ദം ചെലുത്തേണ്ട കേന്ദ്ര സർക്കാരിൽ പ്രിയങ്ക ഗാന്ധിക്ക് അതിന് കഴിയുമല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതാണ് ചോദ്യം.
കേരളത്തോട് കോൺഗ്രസിന്റെ സമീപനം എന്താണ്? ഏകദേശം അതേ സമീപനം തന്നെയാണ് BJP സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനത്തിന് എതിരെ കേരളത്തിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചു പോയ MP-മാർ എന്തു ചെയ്യുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. UDF MP-മാർ 18 MP-മാരുണ്ട്. ആ 18 MP-മാർ എന്തു ചെയ്യുന്നു? BJP MP എന്തു ചെയ്യുന്നു? ഈ ചോദ്യം കേരളത്തിൽ മുഴങ്ങുകയാണ്. അതുകൊണ്ട് കൂടിയാണ് കേരളം ചോദിക്കുന്നത്, കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന്. ആ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാൻ കോടതിയെ സമീപിക്കേണ്ടി വരുന്നു, നിരന്തരം സമരം നടത്തേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേരളത്തിലെ BJP നേതൃത്വമാണ്, കേന്ദ്ര സർക്കാരാണ്. നാളെ അത് പറയുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ കേരളം BJP സർക്കാരിനെ കൊണ്ട് BJP നേതൃത്വത്തോട് മറുപടി പറയുക തന്നെ ചെയ്യും.